ഈ കാണുന്നതെല്ലാം കസ്തൂരി മഞ്ഞളാണ്. അപ്പുറത്തോട്ടുണ്ട്. അപ്പൊ കസ്തൂരി മഞ്ഞള് വിളവെടുക്കാൻ പ്രായമായി കിടക്കുന്ന ഒരു കൃഷിയിടമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കസ്തൂരി മഞ്ഞൾ നമ്മളത് കണ്ടിക്കാൻ പോവാണ്. ക്രീം കളറാണ് ഇതിന്റെ. മഞ്ഞ നിറത്തിലിരിക്കും. ആൾക്കാര് ഇതാണെന്ന് പറയുമ്പോ ചിലർ പറയുന്നത് ഇത് മാങ്ങായിഞ്ചിയാന്നാ പറയുന്നത്. മാങ്ങായിഞ്ചി ആണെങ്കിൽ മുറിച്ച് കഴിഞ്ഞ് മണത്ത് കഴിയുമ്പോ ഒരു മാങ്ങായുടെ മണം ഉണ്ടാവും. ഇത് കർപ്പൂരത്തിന്റെ മണമാണ് ഇതിന്. അതിന്റെ വ്യത്യാസം. ശ്രീ തോമസ്, ഇതെന്താ പറിക്കുന്നത്? ഇത് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളൊക്കെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടോ? ഏകദേശം ഒരു 20 സെന്റ് സ്ഥലത്തുണ്ട്. 20 സെന്റ് സ്ഥലത്ത് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ തണ്ട് വാഞ്ചി കിടക്കുന്നതെല്ലാം കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളാണ്. ശരി. അപ്പൊ ഇത് എത്ര നാളായി നമ്മൾ നട്ടിട്ട്? ഇത് മഴ ആരംഭത്തില് ജൂൺ മാസത്തിൽ നട്ടതാണ്. അപ്പൊ ഞാൻ ഇടുക്കിയിലെ പാർത്തോട്ടിൽ നെല്ലിയേക്കുന്ന ശ്രീ തോമസിന്റെ അരികിലാണ്. ശ്രീ തോമസ് ധാരാളം കസ്തൂരി മഞ്ഞൾ നട്ട് പരിപാലിക്കുന്നുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ കൃഷിയിടം? ഈ ചുറ്റുവട്ടം ഇങ്ങനെ ഉണ്ട്. ഇത് കൂടാതെ കസ്തൂരി മഞ്ഞൾ മറ്റെവിടെയെങ്കിലും വേറെ നട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇരുപാലത്തുണ്ട്. മരുമാളുടെ അടുത്തുണ്ട്. ഉണ്ട്. ഇത് കസ്തൂരി മഞ്ഞൾ ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്താ? ഇതിന്റെ മുറിച്ച് കഴിയുമ്പോഴേ ഇതിന്റെ കളറ് ഒരു എന്താ നമ്മുടെ ഐവറി കളറാണ് വരുന്നത്. പിന്നെ ഇതിന്റെ മണം ഒരു കസ്തൂരിയുടെ സാദൃശ്യമുള്ളൊരു മണമായിരുന്നു. അതെയാണ്. ഇതിപ്പോ ഒരു ചോടാണ് പറിച്ച്? അത് ചെറിയൊരു ചോട് പറിച്ചു. സാധാരണ ഇതിൽ എത്രത്തോളം വരെ വലിപ്പം ഉണ്ടാവാറുണ്ട്? തൂക്കം ഉണ്ടാവാറുണ്ട്? നല്ലതാണെങ്കിൽ 1/2 കിലോ ഒക്കെ ഒരു ചോട്ടിൽ ഉണ്ടാകാറുണ്ട്. ഇത് നട്ടാൽ എത്ര നാൾ കഴിയുമ്പോ പറിക്കാൻ പറ്റും? 7 മാസം. 7 മാസം കഴിയുമ്പോ നമുക്ക് പറിക്കാം. ഇത് എന്തോരം നടണം? ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ എന്തോരാ? 20 നട്ടാൽ മതി. 20 നട്ടാലും ഉണ്ടാവും. ശരി. ചെറിയൊരു കഷ്ണം നട്ടാൽ മതി. ശരി. മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം. നീർവാർച്ചയുള്ള. വളം എന്താ കൊടുക്കണ്ടേ? വളം ജൈവവളം, ചാണകപ്പൊടി എല്ലാം ഇട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഇത് നടാൻ വേണ്ടിട്ട് നില ഒരുക്കുന്നത് ഇഞ്ചിക്കും മഞ്ഞളിലും ഒക്കെ അതേ സെയിം തന്നെ. ഇളക്കി കുമ്മായ ഇട്ട് മണ്ണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തടവെടുത്ത് ജൈവവളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഈ കസ്തൂരി മഞ്ഞളിന്റെ വിത്ത് മുളപ്പിച്ചാണോ നടാറ്? അത് വെച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, പറിച്ചു വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേനും മുളച്ചിരിക്കും. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണം. നമ്മൾ ഇഞ്ചി നടന്നതുപോലെ തന്നെ പാവ് ഇങ്ങനെ മുറിച്ചെടുത്ത് അങ്ങനെയാണോ? മുറിച്ച് ഒടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോ നടുന്നത് ഈ തടയ നട്ടാൽ മതി. അങ്ങനെ തടവത്താലും മതി. ഇതാ ഒന്നുകൂടെ വിളവ് കൂടുതല്. ഇത് കച്ചവടക്കാർക്ക് എല്ലാം വേണ്ടല്ലോ. ഈ കൺസ്യൂമേഴ്സിന് ഇത് വേണ്ട. അപ്പൊ നമ്മള് ഇത് നടന്നു നട്ടാ വീണ്ടും നമുക്ക് വിത്തെടുക്കും. ശരി. അപ്പൊ ഇത് മാർക്കറ്റ് എവിടെയാ ഉള്ളത്? മാർക്കറ്റ് നമ്മൾ ഉണ്ടാക്കണം. വൻകിട വ്യാപാരികളൊക്കെ നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അവരിത് 50 ഗ്രാം പൊടിക്ക് 350 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കുത്തക പോലെ ഇത് വെച്ചോണ്ടിരിക്കുക. നമ്മുടെ ഹോസ്പിറ്റൽ ആയുർവേദ അവരെല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ മഞ്ഞക്കൂവ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ശരി. അപ്പൊ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞുള്ളതും കസ്തൂരി മഞ്ഞൾ എന്നുള്ള വ്യാജേന വിൽക്കുന്നുണ്ട്. അതായത് ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ല ഇത് കസ്തൂരി മഞ്ഞളും മറ്റേ മഞ്ഞക്കൂവയും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. നമുക്കൊന്നുകൂടി ഒന്ന് കണ്ടിച്ചു നോക്കാം. അപ്പൊ ഈ കസ്തൂരി മഞ്ഞൾ നമ്മളത് കണ്ടിക്കാൻ പോവാണ്. ക്രീം കളറാണ് ഇതിന്റെ. മഞ്ഞ നിറത്തിലിരിക്കും. ആൾക്കാര് ഇതാണെന്ന് പറയുമ്പോ ചിലർ പറയുന്നത് ഇത് മാങ്ങായിഞ്ചിയാന്നാ പറയുന്നത്. മാങ്ങായിഞ്ചി ആണെങ്കിൽ മുറിച്ച് കഴിഞ്ഞ് മണത്ത് കഴിയുമ്പോ ഒരു മാങ്ങായുടെ മണം ഉണ്ടാവും. ഇത് കർപ്പൂരത്തിന്റെ മണമാണ് ഇതിന്. അതിന്റെ വ്യത്യാസം. അപ്പോൾ ധാരാളം കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി കസ്തൂരി മഞ്ഞളിന്റെ ഒരു മാർക്കറ്റിംഗ് ആഗ്രഹിക്കുന്നവര്, ഇത് സംസ്കരിച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശ്രീ തോമസ് നെല്ലിയേക്കുന്നിൽ, ഇടുക്കിയിലെ കമ്പിളികണ്ടം സ്വദേശിയാണ്. കമ്പിളികണ്ടം പെട്രോൾ പമ്പിന്റെ സമീപത്താണ് ശ്രീ തോമസ് നെല്ലിയേക്കുന്നിൽ താമസിക്കുന്നത്. അങ്ങേക്ക് ഇത്തരം കൃഷികളോട് താല്പര്യം തോന്നിട്ട് എത്ര നാളുകളായി? ഞാൻ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആണ്, അതുകൊണ്ട് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ നാരകമൊക്കെ വെച്ചതാണെങ്കിൽ ഇവിടെ നാരകമൊക്കെ കാണുന്നുണ്ട്. നാരകത്തെ കുറിച്ചൊരു സ്റ്റോറി കൂടി എനിക്ക് എടുക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ നാരകത്തെ പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ എന്തായാലും കസ്തൂരി മഞ്ഞൾ നമുക്ക് നട്ടാൽ അതിന് മാർക്കറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ലാഭകരമായ കൃഷിയാണ്. ഇപ്പൊ നിലവില് സാധാരണ 250 രൂപ CC കൂടിയാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കോഴിക്കോട്ടുനിന്നും പാലക്കാടൊക്കെ ആൾക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കിലോയ്ക്ക് 250 രൂപയും പിന്നെ അതിനോട്
മറ്റേ ഡെലിവറി ചാർജ് അങ്ങനെയാണ് അത് ശരി ചെയ്യുന്നത്. ഒരു ചോട് തന്നെ നമുക്ക് വേണമെങ്കിൽ 1/2 കിലോയോളം എത്രത്തോളം ഉണ്ട്? 1/2 കിലോ ഒക്കെ സാധാരണ കിട്ടുന്നുണ്ട്. 1/2 കിലോ കിട്ടും അല്ലേ? അപ്പൊ ഒരു കുഞ്ഞ് വിത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 1/2 കിലോയോളം തൂക്കം. ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഗ്രോ ബാഗിൽ നടാം. ഗ്രോ ബാഗിൽ നടാം. ഓ ശരി. വീട്ടാവശ്യത്തിനൊക്കെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇതിന്റെ ഉപയോഗം എന്താ കസ്തൂരി മഞ്ഞളിന്റെ? ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് മുഖത്ത് സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പാടുകൾ മായുക, പിന്നെ ഗ്ലൈസിങ് കിട്ടും. പിന്നെ ഇതൊരു അണുനാശിനിയാണ് ഈ സാധനം. പിന്നെ ഇത് ആയുർവേദ മരുന്നിൽ പ്രമേഹത്തെ പ്രതിരോധിക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നൊക്കെയാണ് ഉള്ള മരുന്നുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും കോസ്മെറ്റിക് ആയിട്ടുള്ള ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും കസ്തൂരി മഞ്ഞൾ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇരുമ്പുപാലത്തും ഇവിടെയായിട്ട് ദൂര സ്ഥലത്തുണ്ട്. രണ്ടും കൂടെ ഒരു 1/2 ഏക്കറോളം സ്ഥലത്തുണ്ട്. 1/2 ഏക്കറുള്ള സ്ഥലത്തുണ്ട്. അപ്പൊ ഇനിയിപ്പോ വിളവെടുത്താൽ മതി അല്ലേ? വിളവെടുക്കാറായി. അപ്പൊ എന്തായാലും കസ്തൂരി മഞ്ഞൾ വിളവെടുക്കാറായി തണ്ടു മാഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ. ഇരുമ്പുപാലത്തും ഇതേ പ്രായത്തിൽ തന്നെയാണോ? ഇതേ പ്രായത്തിൽ തന്നെ. ഒരുപാട് സന്തോഷം.